ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവരും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആയിരുന്നു. അത് പഠിച്ചിട്ട് ലിമിറ്റ്സ് ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടൊക്കെ ലിമിറ്റ്സ് പഠിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. ലിമിറ്റ്സിന്റെ ഓൾമോസ്റ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് ഇനി അടുത്ത ഡെറിവേറ്റീവ്സിലേക്ക് കടക്കുകയാണ്. ഡെറിവേറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വരുന്നത്. ലിമിറ്റ്സ് നമ്മളൊരു സൈഡിൽ തീർത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഡെറിവേറ്റീവ്സിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഫംഗ്ഷൻസ് ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ഒക്കെ പഠിക്കാറുണ്ട് അല്ലേ. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു ടൈമിനനുസരിച്ച് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു അനദർ വൺ എന്നുള്ളതാണ്. ഒരു ഫംഗ്ഷൻ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതിനെ തന്നെയാണ് ഡെറിവേറ്റീവ്സ് എന്നും പറയുന്നത്. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റൊന്നിനുണ്ടാവുന്ന ചേഞ്ച് ആണ് ഡെറിവേറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് എക്സ് വൈ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ് ഓഫ് ഒബ്റ്റൈനിങ് ഡെറിവേറ്റീവ്സ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. നമ്മളങ്ങനെ ഡെറിവേറ്റീവ്സ് എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അതിനെ പറയുന്നതാണ് ഡിഫറൻസിയേഷൻ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഡിഫറൻസിയേഷനിലേക്ക് കൂടുതൽ പോകുന്നതിന് മുമ്പ് ഇത്ര നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ലിമിറ്റ്സ് ഉണ്ടല്ലേ, ആ ലിമിറ്റ്സ് തന്നെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഡെറിവേറ്റീവ്സ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോണത്. അതിന് പറയുന്നതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഡെറിവേറ്റീവ് എടുക്കാനുള്ളതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണത്. അത് പഠിച്ചതിന് ശേഷം നമുക്ക് ഡെറിവേറ്റീവ്സ് അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കാം. ഫസ്റ്റ് നമുക്കൊരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നുള്ളത്, അതിനും ഒരു ഇക്വേഷൻ ഉണ്ട്, അതിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാനാണ് വരുന്നുള്ളൂ. അതിലെന്താണ് വ്യത്യാസം വെച്ചാൽ നമ്മൾ ഇത്ര നാൾ പഠിച്ചിട്ടുണ്ടായിരുന്ന അല്ലെ ഇത്ര നേരം പഠിച്ചിരുന്ന ലിമിറ്റ്സ്, ആ ലിമിറ്റ്സിനെ കൂടി നമ്മൾ അതിലേക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് വ്യത്യാസം വരുന്നുള്ളൂ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡെറിവേറ്റീവ്സ്. ഇനി ഡെറിവേറ്റീവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാൻജന്റ് എടുക്കാം അല്ലെ. ഒരു സ്ലോപ്പിന്റെ ടാൻജന്റ് ആണ്, സ്ലോപ്പ് തന്നിട്ടുണ്ട്, അതിനൊരു ടാൻജന്റ് വരച്ചു. ആ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ രണ്ട് പോയിന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്നിന് x1 y1 എന്നും അടുത്തതിന് x2 y2 എന്നും നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ. x1 y1 x2 y2 ആയിരിക്കും. ഈ ഒരു പോയിന്റിലായിരിക്കും നമ്മൾ ടാൻജന്റ് വന്നിട്ടുണ്ടാവുക അല്ലെ, സ്ലോപ്പ്. നമ്മൾ സ്ലോപ്പ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ x1 y1 x2 y2 വന്നു. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് m ഈക്വൽസ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്ലോപ്പിന്റെ ഇക്വേഷൻ അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുള്ളതാണ്. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കി ഉണ്ടായത് എന്താണ്, ഇവിടെ നമുക്ക് വന്ന രണ്ട് പോയിന്റ്സിന്റെ ഡിഫറൻസ് അല്ലെ, ഒരു എക്സ് കോർഡിനേറ്റും ഒരു വൈ കോർഡിനേറ്റും. അതുപോലെ ഇവിടെ ഒരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. അവർ തമ്മിലുള്ള ആ ഒരു ചേഞ്ച് ആണ്, ചേഞ്ച് വരുന്നു. ഈ ഒരു ഡിഫറൻസ്, പോയിന്റിന്റെ ഡിഫറൻസ് തമ്മിലുള്ള ചേഞ്ച് ആണ് നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആണ് വരുന്നത് അല്ലെ. ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആണ് വരുന്നത്. അതായത് ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെ. എക്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് വൈക്ക് ഉണ്ടായ ചേഞ്ച്, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലോപ്പ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്തത്. അപ്പൊ അങ്ങനെ ആ ഒരു ചേഞ്ചിനെ നമ്മൾ പറയുന്ന ചേഞ്ച് ഇൻ വൈ എന്നുള്ളതിനെ നമുക്ക് എന്ത് പറയാം, ഡി വൈ എന്ന് പറയാം. അതുപോലെ ചേഞ്ച് ഇൻ എക്സിനെ നമുക്ക് ഡി എക്സ് എന്നും പറയാൻ പറ്റും. ശരിക്കും കോമൺലി നമുക്ക് ഡെറിവേറ്റീവ് നമ്മൾ എഴുതുന്നത് എങ്ങനെ ആയിരിക്കും, ഡി വൈ ബൈ ഡി എക്സ് എന്നായിരിക്കും. ആ ഡി വൈ ബൈ ഡി എക്സില് വൈ എന്ന് വരുന്ന എന്തായിരിക്കും, ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഈ വൈ എന്ന് പറയുന്നതായിരിക്കും എന്ത്, നമുക്ക് തരുന്ന ഒരു ഫംഗ്ഷൻ. ഇപ്പൊ ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താവാം, എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ്. നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്ത ലിമിറ്റ് ചെയ്തപ്പോൾ ഒരു ഫംഗ്ഷനകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ഫംഗ്ഷൻ ഏതുമായിരിക്കാം വരുന്നത്, ഇപ്പൊ എന്തായിരിക്കാം, ചിലപ്പം x+2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആവാം, കോസ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആവാം. ഇതെന്നാലും നമ്മളിപ്പോ ചെയ്ത കുറെ ഫംഗ്ഷൻസ് ഉണ്ടല്ലേ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെയുള്ള x+1 ബൈ x+2, അങ്ങനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്ന ഫംഗ്ഷൻസ് ആവാം. അങ്ങനെ ഏതൊരു ഫംഗ്ഷൻ എടുത്താലും അതെന്തായിരിക്കും, ഇവിടെ വരുന്ന വൈ എന്ന് ഉദ്ദേശിക്കുന്നത് ആ എഫ് ഓഫ് എക്സിനെ തന്നെയായിരിക്കും, ആ ഒരു ഫംഗ്ഷൻ തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന വൈ എന്ന് പറയുന്നത്. അതാണ് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡെറിവേറ്റീവ്സിനെ പറ്റി. ഇനി നമ്മൾ പറയാൻ പോണത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഡെറിവേറ്റീവിന് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എടുക്കാം. നമുക്കൊരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടാവും. ആ എഫ് ഓഫ് എക്സ് ആണ് വൈ എന്ന് നമ്മൾ പറഞ്ഞു. അതിനെ എന്ത് ചെയ്യുന്നു,
നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിന് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം ഡെറിവേറ്റീവ് എന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ഇത് പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് പറയാം? വൈ ഡാഷ് എന്ന് പറയാൻ പറ്റും അല്ലെ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ വൈ ഡാഷ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടാകും. എക്സാമ്പിൾ ഇപ്പം എക്സ് എന്നായിരിക്കും തന്നേക്കുന്നത് അല്ലെ. വൈ എഫ് ഓഫ് എക്സ് എന്നായിരിക്കും, അതെന്തായിരിക്കും? എക്സ് എന്നായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. കാരണം നമുക്ക് അവിടെ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ എക്സിലായിരിക്കില്ല. ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എച്ചിലായിരിക്കും. എച്ച് ടേൺസ് ടു എന്നുള്ളതിലായിരിക്കും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താകും ഇവിടെ? എക്സ് പ്ലസ് എച്ച് എന്നാകും. അതായിരിക്കും ഇവിടെ വരുന്ന വ്യത്യാസം അല്ലെ. ഇവിടെ നമുക്ക് എടുത്തത് എക്സ് ആയിരുന്നു. സോ ഇവിടെ വരുമ്പോ എന്താകും? അത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ? എക്സ് പ്ലസ് എച്ച് എന്നാകും. ഇനി ഇവിടെ നമുക്ക് തന്നിരുന്നത് എന്തായിരിക്കും? ഒരു എക്സ് സ്ക്വയർ എന്നുള്ള വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് തന്നതെങ്കിലോ അതിന്റെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താകും? എക്സിന് പകരം എന്ത് കൊടുക്കുക? നമുക്ക് എക്സ് പ്ലസ് എച്ച് എന്നാകുക. അപ്പൊ എന്താകും? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. എവിടെയൊക്കെ എക്സ് വരുന്നോ ആ എക്സിന്റെ പ്ലേസിലെല്ലാം നമ്മൾ എന്തായിട്ട് കൊടുക്കണം? എക്സ് പ്ലസ് എച്ച് എന്നുള്ളതായിരിക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് മെയിൻ ആയിട്ട് വരുന്ന ഇക്വേഷൻ ആണ്. ലിമിറ്റ് എക്സ് എച്ച് ടേൺസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതായിരിക്കും നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അതിൽ ലിമിറ്റ് എവിടെയായിരിക്കും കൊടുക്കേണ്ടത്? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു എച്ച് ഉണ്ട്, ഡിവൈഡഡ് ബൈ ഒരു എച്ചും വരുന്നുണ്ട്. ആ എച്ചിനായിരിക്കും നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഏതാണോ തരുന്ന ലിമിറ്റ് ആ ലിമിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? എച്ച് ടേൺസ് ടു 0 ആയിരിക്കും വരുന്നത്. അവിടെയാണ് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ തന്നെ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സ് സ്ക്വയർ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണെങ്കിൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്താകും? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം അല്ലെ. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? എക്സിന്റെ പ്ലേസിൽ എന്താകും? എക്സ് പ്ലസ് എച്ച് എന്ന് മാത്രമായിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ എന്താകും? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്തായിട്ട് മാറി? നേരത്തെ എഴുതിയ ഇക്വേഷനിലകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ലിമിറ്റ് എച്ച് ടേൺസ് ടു 0. അപ്പൊ നമുക്ക് ഇത് രണ്ടും അറിയാലോ. അറിയാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഇതിനകത്ത് സിംപ്ലിഫിക്കേഷൻ ആണ് പറ്റുന്നത്. ലിമിറ്റ് എച്ച് ടേൺസ് ടു 0. ഇവിടെ എക്സ് സ്ക്വയർ അല്ലെ, എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമുല കിടക്കുന്നത്. അപ്പൊ അത് എന്താകും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള ഫോമുല നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ എന്താകും? എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 2xh മൈനസ് എക്സ് സ്ക്വയർ. ഈ മൈനസ് എക്സ് സ്ക്വയർ എടുത്ത് എഴുതുക ഡിവൈഡഡ് ബൈ എച്ച്. ഇനി ഇതിൽ നോക്കി ക്യാൻസൽ ചെയ്യാനുണ്ടല്ലേ. കാരണം എന്താ? ഇവിടെ എക്സ് സ്ക്വയറും ഇവിടെ ഒരു മൈനസ് എക്സ് സ്ക്വയറും ഉണ്ട്. രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അത് രണ്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി നോക്കി എക്സ് സ്ക്വയർ പ്ലസ് 2xh ബൈ എച്ച്. ഇതിൽ നോക്കി ഇനി കോമൺ എടുക്കാനുള്ള ഈ എച്ച് ഉണ്ട്. ഈ എച്ചിന് 0 വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ചേഞ്ചസ് വരുത്തണം. സോ നമ്മൾ എന്ത് ചെയ്തു? ലിമിറ്റ് എച്ച് ടേൺസ് ടു 0. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ എച്ച് സ്ക്വയർ പ്ലസ് 2xh എന്നാണുള്ളത്. അതിൽ നിന്ന് നമുക്ക് എച്ച് കോമൺ എടുക്കാം. അപ്പൊ എന്ത് വരും? എച്ച് ഇൻറ്റു എക്സ് പ്ലസ് 2x ഡിവൈഡഡ് ബൈ എച്ച് എന്നായിരിക്കും വരുന്നത്. അപ്പൊ എച്ച് രണ്ടും ക്യാൻസൽ ആയി പോയി. ഡിനോമിനേറ്ററിൽ വാല്യൂ എന്താകും? 1 എന്ന് കിട്ടും. സോ നമുക്കവിടെ 0 ആയി പോകുന്നില്ല. ഇനി എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന ഇതിനകത്ത് ലിമിറ്റ് എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? എച്ച് പ്ലസ് 2x മാത്രം. അപ്പൊ എച്ചിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താകും? 0 പ്ലസ് 2x. ആൻസർ കിട്ടുന്നത് 2x എന്നായിരിക്കും. നമ്മൾ ചെയ്തത് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ചെയ്തു വന്നപ്പോൾ എന്തായി? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എഴുതി. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്നായിരുന്നു ഡിവൈഡഡ് ബൈ എച്ച്.
ആ എച്ച് എന്നുള്ളത് എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്നതാണ്, ഡിവൈഡഡ് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എച്ചിലായിരിക്കും വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഡിനോമിനേറ്ററിൽ എച്ചിനെ നമ്മൾ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ഇത്രയും ചെയ്യാമല്ലോ, എളുപ്പമുള്ള പ്രോബ്ലം ആണ് വരുന്നത് അല്ലെ. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് മാത്രമാണ് അതിൽ വരുന്ന ചേഞ്ച്. അതിട്ട് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോർമലി നമ്മൾ ചെയ്യുന്ന കുറച്ച് പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ കോമൺ ആയിട്ട് പഠിച്ച കുറച്ച് ഇക്വേഷൻസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ വരുന്നുള്ളൂ. അടുത്തൊരെണ്ണമാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 ഇ റൈസ് ടു എച്ച് ഇ റൈസ് ടു എക്സ് -1/x എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. അതൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ്. അത് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 ആണെങ്കിൽ ഇ റൈസ് ടു എക്സ് -1/x എന്നൊരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്? 1 ആണ്. നമ്മൾ നേരത്തെ കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതുപോലെ വേറൊരു പ്രോപ്പർട്ടിയാണ് വരുന്നത് ഇ റൈസ് ടു എക്സ് -1. ഇ റൈസ് ടു എക്സ് ഇത് റൈസ് ടു പവർ ആണ്, ഇത് താഴെ തന്നെയാണ് വരുന്നത്. ഇ റൈസ് ടു എക്സ് -1 ഡിവൈഡഡ് ബൈ എക്സ് എന്നൊരു വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാൻ പറ്റും. അതാണ് ഒരെണ്ണം പറയുന്ന പ്രോപ്പർട്ടി. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അടുത്തൊരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് ഇ റൈസ് ടു എക്സിന്റെ കേസിൽ. ഇവിടെ പറഞ്ഞേക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? ഇ റൈസ് ടു എക്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താകും? നമുക്ക് ഇ റൈസ് ടു എക്സ് പ്ലസ് എച്ച്, കാരണം എക്സ് എവിടാണോ വരുന്നത് എക്സിന്റെ പ്ലേസിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് പ്ലസ് എച്ച് എന്നുള്ളത് അല്ലെ. ഇവിടെ പ്ലസ് എച്ച് മാത്രമാണ് കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ എന്തായി അത്? ഇ റൈസ് ടു എക്സ് പ്ലസ് എച്ച് എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പറയാൻ പോണ എന്താണ്? നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താകും? ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 ഇ റൈസ് ടു എക്സ് പ്ലസ് എച്ച് മൈനസ് ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്നായിരിക്കും വരുന്നത്. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിപ്പോ ഏത് കേസിലാണ് കിടക്കുന്നത്? എ റൈസ് ടു എം പ്ലസ് എൻ ആണ് അല്ലെ. എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എന്നിന്റെ ഉത്തരല്ലേ വരുന്നത്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണ് എന്ത്? എ റൈസ് ടു എം പ്ലസ് എൻ. അങ്ങനെയെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാലോ. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താകും? ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എച്ച് മൈനസ് ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? എച്ച് ഡിനോമിനേറ്ററിൽ വന്നു, സോ എച്ചിനെ നമുക്ക് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് പോവുക? 0 ആണ് വരിക അല്ലെ. ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 വന്നിട്ടുണ്ടെങ്കിൽ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എച്ചിന് 0 വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആകും, ആൻസർ ഫുള്ള് 0 ആകും. ഇവിടെ അത് വരാതെ എന്ത് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ഇ റൈസ് ടു എക്സ് ഉണ്ട്, ഇവിടെ ഒരു ഇ റൈസ് ടു എക്സ് ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഇ റൈസ് ടു എക്സിനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക. കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എന്താ ഉള്ളത്? ഇ റൈസ് ടു എച്ച് -1/h എന്നാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഇ റൈസ് ടു എക്സിനെ പുറത്തേക്ക് എടുക്കാമല്ലോ അല്ലേ. കാരണം ഇ റൈസ് ടു ഇവിടെ നമുക്ക് എച്ചിനാണ് എന്ത് വരണ്ടേ? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ അല്ലേ. എച്ച് ടേൺസ് ടു 0 ആണ്, ബാക്കി ഇ റൈസ് ടു എക്സ്. അങ്ങനെയെങ്കിൽ ഈ ഇ റൈസ് ടു എക്സിനെ മാത്രം മാറ്റിയാൽ നോക്കിയാൽ നമ്മൾ ഇത് വെച്ച പ്രോപ്പർട്ടി ആയില്ലേ. ഇ റൈസ് ടു എക്സിന് പകരം എന്തുണ്ട്? എച്ച് ഉണ്ട്. ഡിവൈഡഡ് ബൈ എക്സിന് പകരം എച്ച് സെയിം തന്നെയാണ് വരുന്നത് അല്ലേ. സോ അത് എന്തായിട്ട് പോകുന്നുണ്ട്? നമുക്ക് 1 ആയിട്ട് എടുക്കാം. സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 എന്ന് വരും. ആൻസർ ഇ റൈസ് ടു എക്സ് തന്നെ വരും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണ് വരുന്നത്? ഇ റൈസ് ടു എക്സ് തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത പറയാൻ പോകുന്നതാണ് എക്സാമ്പിൾ ഒരെണ്ണം. എഫ് ഓഫ് എക്സ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിനൊക്കെ. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സൈൻ എക്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്താകും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കണ്ടുപിടിക്കുക ആദ്യം. അതെന്തായിരിക്കും? സൈൻ എക്സ് പ്ലസ് എച്ച്. ഇനി നമ്മുടെ ഇക്വേഷന് നമുക്ക് എന്ത് വേണം? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലെ. എന്നിട്ട് വേണം ലിമിറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാൻ. അത് നമുക്ക് ആദ്യം ചെയ്തു പോകാം. അപ്പൊ ഇവിടെ എന്ത് വരും? സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് എന്ന് വരും.
അല്ലേ? ഇതെന്തായിട്ടാ വന്നത്? സൈൻ എ മൈനസ് സൈൻ ബി എന്ന് വന്നു. അതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? 2 കോസ് എന്ത് വരും? ഇവിടെ നമുക്ക് എ എന്ന് എടുക്കാം ഇതിനെ, അല്ലേ? സൈൻ എ പ്ലസ് സൈൻ ബി എന്നായിരിക്കും വരുന്നത്. സൈൻ എ മൈനസ് സൈൻ ബി ആണ് ഇവിടെ. അതിന്റെ ആൻസർ എന്ത് വരും? 2 കോസ് എ പ്ലസ് ബി ബൈ 2 മൈനസ് മൈനസ് അല്ല, അവിടെ മൈനസ് ഇല്ല, വരുന്നില്ല. സൈൻ എ മൈനസ് ബി ബൈ 2 മൈനസ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. 2 കോസ് എ പ്ലസ് ബി ബൈ 2ഉം സൈൻ എ മൈനസ് ബി ബൈ 2 എന്നും ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് വരും? 2 കോസ് എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ്, കാരണം എ പ്ലസ് ബി ആണ്, ബൈ 2 എന്ന് കിട്ടും. മൈനസ് സൈൻ എക്സ്, ഇവിടെ നമ്മൾ ചെയ്തു വന്നപ്പോൾ എന്തായി? 2 കോസ് സൈൻ എ മൈനസ് ബി, അപ്പൊ എന്താകും? സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2 എന്നുമായിരിക്കും കിട്ടുന്നത്, അല്ലേ? ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 2 കോസ് എക്സും എക്സും എന്താകും? 2x ആകും. 2x പ്ലസ് എച്ച് ബൈ 2 മൈനസ് സൈൻ, ഇവിടെ എക്സും മൈനസ് എക്സും ആയി പോകും, ബാക്കി എച്ച് ബൈ 2 ആയിരിക്കും വരുന്നത്. സൈൻ എച്ച് ബൈ 2 എന്ന് നമുക്ക് കിട്ടും. ഇനി എന്താ ഉള്ളത്? നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ലിമിറ്റിനകത്ത് അപ്ലൈ ചെയ്യാം, അല്ലേ? ഈ എഫ് ഓഫ് എക്സ് ഒക്കെ വെച്ച് എഫ് ഡാഷ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? ലിമിറ്റ് എച്ച് ടേൺസ് ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടിയ വാല്യൂ, അല്ലെ, ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അവിടെ. കാരണം എന്താ? ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ചെയ്തു വെച്ചേക്കുന്നത് അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 കോസ് 2x പ്ലസ് എച്ച് ബൈ 2 മൈനസ് സൈൻ എച്ച് ബൈ 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്നായിരിക്കും വരുന്നത്, അല്ലെ? ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു സൈൻ എച്ച് ബൈ 2 വന്നിട്ടുണ്ട്. ഈ എച്ച് വന്നേക്കുന്നത് നമുക്ക് എന്തായി പോവും? എച്ച് ടേൺസ് ടു 0 ഇട്ട് കൊടുത്താൽ അത് ഫുൾ ആയിട്ട് 0 ആയിപ്പോ, അല്ലെ? മൊത്തം ആൻസർ 0 ആകും. അപ്പൊ ഇവിടെ അത് മാറ്റണം. ഇവിടെ എച്ചിനെ മാറ്റണമെങ്കിൽ ഇവിടെ കോമൺ എടുത്ത് കട്ട് ചെയ്യാനൊന്നുമില്ല. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈനിന്റെ വാല്യൂ മുകളിൽ വരുന്നത് ഏതാണോ അതേ വാല്യൂ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടെ എടുക്കാൻ പറ്റുമോ അങ്ങനെ? ഇവിടെ നമുക്ക് അങ്ങനെ വാല്യൂസ് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? എച്ച് ബൈ 2 ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ എച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെ? ഇവിടെ നമുക്കൊരു മൾട്ടിപ്ലൈഡ് ബൈ 2 കൂടെ കൊടുക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ഈ 2 ബൈ 2 ക്യാൻസൽ ആയാൽ പിന്നെ എച്ച് തന്നെ ഉള്ളൂ. വേറെ ഇതിനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഇതിന് മാത്രമേ നമ്മളൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. എച്ച് ബൈ 2 ഇൻറ്റു 2 ആ കിടക്കുന്നത്. സോ ഈ 2 ഇൻറ്റു ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്തായിട്ട് വരാം? നമുക്ക് വാല്യൂ കിട്ടും, അല്ലെ? എച്ച് തന്നെ കിട്ടും. അങ്ങനെയാണ് കിടക്കുന്നത്. ഇനി അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 2 കോസ് 2x പ്ലസ് 1 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 എന്ന് എടുക്കാം. ഒരു ബൈ 2 വേറെ ഉണ്ട്, അല്ലേ? അതിനെ നമുക്ക് ഇവിടെ എടുക്കാം, അല്ലെ? ഒരു ബൈ 2 വേറെയും കൂടെ ഉണ്ട്, ഈ 2 ഉണ്ട്, അല്ലെ? എച്ച് ബൈ 2 അപ്പുറത്തേക്ക് പോയി 2 ഇവിടെയും വന്നു. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഇനി ഇത് ഇത്രയും എന്തായിട്ട് പോകുന്നുണ്ട്? നമ്മൾ പഠിച്ചു വെച്ചിട്ട് 1 ആയിട്ട് പോകും. ഈ 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യാമല്ലോ. ബാക്കി എന്താ ഉള്ളത്? ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 കോസ് 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു 1 ആ വരുന്നത്. അത് 1 ആയി തന്നെ പോകും. ഇനി എന്ത് ചെയ്യാം? എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ടോ ഒന്നും നമുക്ക് ഇല്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? കോസ് ഇൻറ്റു 2x ബൈ 2, അല്ലെ? 2x പ്ലസ് 0 ആയി പോകും. 0 വരുന്നത് 0, ബാക്കി എന്തുണ്ട്? 2 ഉണ്ട്. ഇത് നമുക്ക് ആംഗിൾ ആയതുകൊണ്ട് ഈ 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പൊ ആൻസർ എന്ത് വരും? കോസ് എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. നമ്മൾ കുറച്ച് ഇക്വേഷൻസ് എഴുതി പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻസ് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരുന്നത്? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്നായിരിക്കും. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. നേരത്തെ നമ്മൾ എഴുതിയില്ലേ ഡി വൈ ബൈ ഡി എക്സ് എന്ന്? ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതി. അതിൽ ഈ വൈ അല്ലേ നമ്മുടെ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ്
സൈൻ എക്സ് എന്നായിരിക്കും വരുന്നത്. അതിന്റെ ഉത്തരം നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? കോസ് എക്സ് എന്ന് കിട്ടി. ഇത് തന്നെയായിരിക്കും നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ. എന്ത്? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇനി അടുത്ത വരുന്നത് കോസ് എക്സ് ആണ്. ഇപ്പൊ സൈൻ എക്സിന്റെ ചെയ്തു, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സിനെ നമുക്ക് കോസ് എക്സ് എടുക്കാം. ഇപ്പൊ നമ്മൾ സൈൻ എക്സിന്റെ ആണ് ചെയ്തത്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോസ് എക്സിന്റെ എടുക്കാം. കോസ് എക്സിന്റെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇതേ സെയിം തന്നെ ചെയ്യുക. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കണ്ടുപിടിക്കുക. അതെന്താകും, എക്സിന് പകരം ഇവിടെ എക്സ് പ്ലസ് എച്ച് എന്ന് വരും അല്ലേ? കോസ് എക്സ് പ്ലസ് എച്ച് എന്നായിരിക്കും വരുന്നത്. ഇനി അങ്ങനെ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അടുത്തത് ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. സോ നമുക്ക് അത് ചെയ്യാം. അപ്പൊ എന്താകും, കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് എന്ന് വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെയിം ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, കോസ് എ മൈനസ് കോസ് ബി എന്നാ കിടക്കുന്നത്. അതിന്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്, 2 sin a plus b by 2 a plus b by 2 into sin a minus b by 2 എന്നായിരിക്കും വരുന്നത് അല്ലെ. 2 minus 2 sin a plus b by 2 into sin a minus b by 2 എന്ന് എഴുതാം അല്ലെ. ഇതായിരിക്കും നമുക്ക് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, -2 സൈൻ, ഇവിടെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താകും, എക്സ് പ്ലസ് എച്ച് ആണ് എ എന്ന് പറയുന്നത്, പ്ലസ് ബി എന്താണ്, എക്സ് ആണ്, എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി. അപ്പൊ എന്താകും, എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2 എന്നാകും. ഇത് ചെയ്തു വരുമ്പോൾ എന്താകും, -2 സൈൻ, ഇവിടെ നമുക്ക് ചെയ്താൽ എക്സും എക്സും കൂട്ടി വരുമ്പോൾ എന്ത് വരും, 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയി, ബാക്കി എച്ച് ബൈ 2 വന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ലിമിറ്റ് അല്ലെ എഫ് ഡാഷ് ഓഫ് എക്സ് ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം, ലിമിറ്റ് എച്ച് ടേൺസ് ടു 0. നമ്മൾ കണ്ടുപിടിച്ചു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും മൈനസ് എഫ് ഓഫ് എക്സും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അത് ഡയറക്റ്റ് എഴുതാമല്ലോ, -2 സൈൻ 2x പ്ലസ് എച്ച് ബൈ 2 ഇത്രയും ആംഗിളാണ് വരുന്നത്, ഇൻറ്റു സൈൻ എച്ച് ബൈ 2. പിന്നെ ആരുണ്ട് നമുക്ക് ഇക്വേഷനിൽ, ഇത് ചെയ്തത് കൂടാതെ ഡിവൈഡഡ് ബൈ ഒരു എച്ച് വരുന്നുണ്ട്, അത് എഴുതാമല്ലോ. ഇനി നോക്കിയേ, ഇവിടെ നേരത്തെ ചെയ്ത പോലെ ഒരു സൈൻ എച്ച് ബൈ 2 ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യാം നമുക്ക്, അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ ഒരു ബൈ 2ഉം ഒരു ഇൻറ്റു 2ഉം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ എച്ച് ബൈ 2ഉം ഈ സൈൻ എച്ച് ബൈ 2ഉം കൂടെ ചേർന്നിട്ട് അത് ലിമിറ്റ് നമുക്ക് 1 ആയിപ്പോകും. പിന്നെ ഇവിടെയുള്ള ഈ 2ഉം 2ഉം നേരത്തെ ക്യാൻസൽ ചെയ്ത പോലെ ക്യാൻസൽ ചെയ്യാലോ ഇല്ലേ. നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഇവിടെ നമ്മൾ ചെയ്തില്ലേ, ഇവിടെ വന്ന 2 2 എന്നുള്ളത് എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് വിട്ടു അല്ലേ. അതെന്താ ചെയ്തേ, വേണേൽ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോകായിരുന്നു, അതാണ് നമ്മൾ അവിടെ ചെന്ന് ക്യാൻസൽ ചെയ്തേ. അതേ സെയിം തന്നെയാണ് വരുന്നത് അല്ലേ. അതുപോലെ ഇവിടെ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു പോയി, ബാക്കി എന്തുണ്ട്, ലിമിറ്റ് എച്ച് ടേൺസ് ടു 0. ഇത് ഇത്രയും 1 ആയി പോകില്ല ലിമിറ്റ് എടുക്കുമ്പം. സോ ബാക്കിയുള്ളത് എന്താണ്, ലിമിറ്റ് സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 മൈനസ് സൈൻ 2x പ്ലസ് എച്ച് ബൈ 2. ഇനി ഇത് 1 ആയിപ്പോയി, ബാക്കി എന്തുണ്ട്, മൈനസ് സൈൻ, സൈൻ്റെ കൂടെയുള്ള വാല്യൂസ് ആരാ, 2x പ്ലസ് എച്ച് ബൈ 2 ആണ്. ഇതിൽ എച്ചിന് 0 വരുമ്പോൾ ബാക്കി എന്തുണ്ട്, 2x ബൈ 2 വരും അല്ലേ. 2x ബൈ 2 കിട്ടും. അവിടെ എന്ത് ചെയ്തു, 2ഉം 2ഉം ക്യാൻസൽ ആയി, ബാക്കി എന്തുണ്ട്, മൈനസ് സൈൻ എക്സ് ആണുള്ളത് അല്ലേ. കോസ് എക്സ് ആയിരുന്നു കിട്ടിയത്, നമ്മൾ അതിനെ എന്ത് ചെയ്തു, എക്സ് പ്ലസ് എച്ച് എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതിയിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ അകത്തുനിന്ന് എക്സ് പ്ലസ് എച്ചും എഫ് ഓഫ് എക്സും എന്താണെന്നുള്ളത് മൈനസ് ചെയ്ത് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്ക് ആൻസർ നമുക്ക് എന്ത് കിട്ടി, -2 സൈൻ. ഇവിടെ നമ്മൾ ചെയ്ത പ്രോപ്പർട്ടിയാണ് ഈ തന്നേക്കുന്നത് അല്ലെ, എ പ്ലസ് ബിയും
കോസ് എ മൈനസ് കോസ് ബി എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആ ഒരു ഫംഗ്ഷൻ നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് -2 sin a plus b by 2 ഇൻറ്റു sin a minus b by 2 എന്നുള്ളത് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി അല്ലെ. കിട്ടിയ ആൻസർ അത് സിംപ്ലിഫൈ ചെയ്തെടുത്തപ്പോൾ നമുക്ക് എന്തായി -2 sin 2x plus h by 2 എന്ന് കിട്ടി ഇൻറ്റു sin h by 2 അല്ലെ. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു sin h by 2 എന്നുള്ളത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഹോൾ ഡിവൈഡഡ് ബൈ h എന്നുള്ളത് നമ്മൾ എഴുതുന്ന മെയിൻ ഇക്വേഷനകത്ത് അല്ലെ, ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷനകത്തുള്ള h ആണ്. ആ എച്ചിനെ നമ്മൾ അവിടെ 0 ആയി പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് 0 ആയി പോലെ ഈ ഒരു ഫംഗ്ഷൻ മുഴുവനും. അങ്ങനെ പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ നമുക്ക് 1 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആ h by 2 വരുന്ന പോലെ ഫംഗ്ഷൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഒരു by 2ഉം ഒരു മൾട്ടിപ്ലൈഡ് ബൈ 2ഉം ചെയ്തു. ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാലും എന്ത് വരും, 1 കിട്ടും. അവിടെ h തന്നെ വരും. ഇപ്പൊ എന്ത് ചെയ്തു, ഈ ഒരു ഫംഗ്ഷൻ ചേഞ്ച് വരുത്തിയപ്പോഴത്തേക്ക് h by 2ഉം അവിടുത്തെ h by 2ഉം കൂടെ വന്നപ്പോഴത്തേക്ക് എന്തായി, നമുക്ക് അവിടെ 2 അല്ലെ, ബാക്കിയുള്ള 2 എന്ത് ചെയ്തു, നമുക്ക് ഈ 2 ആയിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ sin h by 2 by sin h by 2 എന്ന് പറയുന്ന എന്തായിട്ട് വന്നു, 1 വന്നു. പിന്നെ അതിൽ നിന്ന് കണ്ടുപിടിച്ച് എച്ചിന് വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ആൻസർ നമുക്ക് -sin x എന്ന് കിട്ടി. നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തില്ലേ, എക്സ്പോണൻഷ്യൽ അതുപോലെ തന്നെ sin x cos x ഒക്കെ വരുന്നതൊക്കെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത് കുറച്ച് ഫംഗ്ഷൻസ്, നമ്മൾ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻസ് വെച്ച് ചെയ്യാറുണ്ടല്ലേ, അതുപോലെ കുറച്ച് ഫംഗ്ഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തത് ഇനിയും പറയാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ്, f of x എന്ന് പറയുന്നത് x³ -27 വന്നിട്ടുണ്ടെങ്കിൽ, x³ -27 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, അതിൽ എന്തൊക്കെ വേണം, f of x വേണം, f of x plus h വേണം. അപ്പൊ ഇവിടെ എന്തായിരിക്കും, f of x plus h എന്താകും, എക്സിന് പകരം എന്ത് കൊടുക്കണം, x plus h എന്നാകും, whole³ -27. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. x plus h the whole³ ആണ് എന്ന് വെച്ചാൽ എന്താ, a plus b the whole³. അതെങ്ങനെ എഴുതാൻ പറ്റും, x³ plus h³ plus 3x² h plus 3x h². ഇതായിരിക്കും വരുന്നത്. എങ്ങനെ, a³ plus b³ plus 3a²b. a ഏതാണ്, ഇവിടെ x ആണ്, അപ്പം x² h plus 3ab². 3a into ax ആണ് വരുന്നത്, അതുപോലെ b² പകരം h². ഇതായിരിക്കും വരുന്നത് അല്ലെ. ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതി. പിന്നെ ഇനി ആരുണ്ട്, 27 -27 കൂടെ നമ്മൾ എടുത്തെഴുതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലെ, f of x plus h മൈനസ് f of x കണ്ടുപിടിക്കണം, എങ്കിലല്ലേ നമുക്ക് ആ ലിമിറ്റിന്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ h വെച്ചിട്ട്. അപ്പൊ ഇത് നമുക്ക് ചെയ്യാലോ. ചെയ്യുമ്പോൾ എന്ത് വരും, x³ plus h³ plus 3x² h plus 3x h² -27 minus x³ minus 27 എന്ന് വരും. ഇനി ഇതിന്റെ ബ്രാക്കറ്റ് മാറ്റുവാണെങ്കിൽ എന്ത് വരും, അവിടെ x³ plus h³ minus plus 3x² h plus 3x h² -27 minus x³ plus 27 എന്നായിരിക്കും വരിക അല്ലെ. ഇത്രയും വന്നു. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്യാനൊക്കെ ഉണ്ടോ, നമുക്ക് ഉണ്ടല്ലേ. ഇവിടെ ഒരു x³ ഉണ്ട്, ഇവിടെ ഒരു x³ ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയി പോകും. പിന്നെ എന്താ ഉള്ളത്, ഇവിടെ നമുക്കൊരു +27ഉം ഇവിടെ ഒരു -27ഉം പോകും. ബാക്കി എന്തുണ്ട്, h³ plus 3x² h plus 3x h². ഇത്രയാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് f' of x ആണ്, ഡെറിവേറ്റീവ് ആണ് നമുക്ക് എടുക്കേണ്ടത് അല്ലെ. ഡെറിവേറ്റീവ് എടുക്കുക അല്ലെ, dy/dx എടുക്കാന്ന് വെച്ചാൽ എന്താ, f' of x ആണ് വരുന്നത്. അപ്പൊ അതെന്തായിരിക്കും വരുന്നത്, ലിമിറ്റ് h turns to 0 അല്ലെ. അങ്ങനല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്, h turns to 0യിലേക്കാണ് വരുന്നത്. നമ്മൾ ഇത്ര നേരം ചെയ്തു വന്നതല്ലേ, x ആയിരുന്നു ഫംഗ്ഷൻ, അത് ഏതിലേക്ക് മാറ്റി, h എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് മാറ്റി. h-നാണ് ഇനി നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അവിടെ എന്ത് വരും, h³ plus 3x² h plus 3x h² whole divided by h. നമ്മുടെ ഇക്വേഷനിൽ പറയുന്നുണ്ട് ലിമിറ്റ് h turns to 0, f of x plus h minus f of x the whole divided by h എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അവിടെ എന്ത് വരും, h വരുന്നുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താകും, ലിമിറ്റ് h turns to 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് h-ന് വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും, ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെല്ലാം 0 ആയിപ്പോ അല്ലെ. ഡിനോമിനേറ്റർ എന്തായിപ്പോ, മെയിൻ ആയിട്ട് 0 ആയി പോകും. നമ്മൾ പഠിച്ച കേസ് എന്തായിരുന്നു,
ഡിനോമിനേറ്റർ 0 ആവുന്ന ഒരു കേസ് ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഡിനോമിനേറ്റർ 0 ആയി പോവാതെ നമുക്ക് എങ്ങനെ വാല്യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? എച്ച് പുറത്തേക്ക് എടുത്തു. ബാക്കി എന്തുണ്ട്? എച്ച് സ്ക്വയർ പ്ലസ് 3x² പ്ലസ് 3x എച്ച് എന്നായിരിക്കും വരുന്നത്, ഡിവൈഡഡ് ബൈ എച്ച്. ഇനി എച്ച് വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 1 കിട്ടും. സോ ഡിനോമിനേറ്റർ എന്തായി? നമുക്ക് വാല്യൂ ഉണ്ടായി. ഇനി എന്ത് ചെയ്യണം? ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0, h² പ്ലസ് 3x² പ്ലസ് 3xh വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? h² വാല്യൂ എന്താകും? 0 ആയി പോകും. കാരണം എച്ചിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? h² 0. പിന്നെ എന്തുണ്ട്? 3xh. അതിനും എച്ചിന് വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താകും? ആ 3x ഉൾപ്പെടെ മൊത്തം എന്തായി പോകും? 0 ആയി പോകും അല്ലെ? പിന്നെ ബാക്കി എന്തുണ്ട്? 3x² മാത്രമാണ് ബാക്കി വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 3x² അല്ലെ? അപ്പൊ ഇതെന്തായിരിക്കും വരുന്നത്? ഇതിന്റെ f' കണ്ടുപിടിച്ചത് എന്തായിട്ട് വരും? നമുക്ക് 3x² എന്നായിരിക്കും അതിന്റെ ആൻസർ കിട്ടുന്നത്. ഏതിന്റെയാണ്? f(x) x³ മൈനസ് 27. അതിലെന്താണ്? നമുക്ക് തന്നൊരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടായിരുന്നു അല്ലെ? ആ കോൺസ്റ്റന്റ് വാല്യൂ എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ നമുക്ക് x³ എന്ന് പറയുന്ന ഒരു വേരിയബിൾ തന്നു. ആ വേരിയബിളിനനുസരിച്ച് വേറൊരു വേരിയബിൾ കിട്ടി. പക്ഷെ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ആ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ മൊത്തത്തിൽ അത് പോയി അല്ലെ? ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഉള്ളത് പോയി. കാരണം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് അടുത്ത കഴിഞ്ഞ് ഡെറിവേറ്റീവ്സിലേക്ക് കൂടുതൽ കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അവിടെ -27 എന്നുള്ള ഒരു വാല്യൂ നമ്മുടെ ആൻസറിലേക്ക് വരാതിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ വരുന്ന ആൻസർ എന്താണ്? x³ മൈനസ് 27. അതിന്റെ ആൻസർ വരുന്നത് 3x² ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, x-1 f(x) എന്ന് പറയുന്നത് x-1 ഇൻറ്റു x-2 വരുന്നൊരു കേസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ് അല്ലെ? x-1 ഇൻറ്റു x-2. ഇതിൽ നോക്കിക്കേ, x-1 ഇൻറ്റു x-2 എന്ന് തന്നു. ഇതിപ്പോ നമ്മൾ എങ്ങനെ ചെയ്യുക? ഇതിലിപ്പം എച്ചിന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? x പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു x പ്ലസ് എച്ച് മൈനസ് 2 എന്ന് വരും. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തു വരിക? ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് എന്താകും? ഇത് x പ്ലസ് എച്ച് പ്ലസ് -1 ഇൻറ്റു x പ്ലസ് എച്ച് മൈനസ് 2 എന്ന് വരും. പിന്നെ ഇത് എന്ത് ചെയ്യണം? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യാൻ എന്തായിരിക്കും? എളുപ്പമാണോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സോ ഇങ്ങനെ ഇവിടെ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? ഈ തന്നിരിക്കുന്ന f(x)നെ നമ്മൾ ഫസ്റ്റ് സിംപ്ലിഫൈ ചെയ്യും. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? ഇത് തന്നേക്കുന്ന ഏത് ഫോമിലാണ്? ഇതിപ്പോ നമുക്ക് x-1 ഇൻറ്റു x-2 നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ കണ്ടുപിടിക്കാമെങ്കിൽ അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ പോരെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്യുകയാണ്. അപ്പൊ എന്തുവരും? x² മൈനസ് x മൈനസ് 2x പ്ലസ് 2 എന്ന് കിട്ടും നമുക്ക് അല്ലെ? x ഇൻറ്റു x x², -1 ഇൻറ്റു x മൈനസ് x മൈനസ് 2 ഇൻറ്റു x വരുമ്പോ എന്ത് വരും? -2x. -1 ഇൻറ്റു -2 എന്ത് വരും? +2 ആകും. 2 -1 എന്നുള്ളത് +2 ആകും. ഇപ്പൊ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഒരു ഇതാ അല്ലെ? അതിനെ വീണ്ടും നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? x² മൈനസ് 3x പ്ലസ് 2. കാരണം എന്താ? -x മൈനസ് 2x, -1 -2 അല്ലേ? കാരണം എക്സിന്റെ ടേംസ് ആ രണ്ടും കൂടെ എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്തപ്പോ എന്ത് കിട്ടി? x² മൈനസ് 3x പ്ലസ് 2 എന്ന് കിട്ടി. ഈ കിട്ടിയത് എന്താണ്? ഇപ്പൊ നമുക്ക് f(x) അല്ലെ? നമ്മുടെ ഫൈനൽ f(x) എന്നുള്ളത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് f(x പ്ലസ് h) ആണ്. ആ x പ്ലസ് h എന്നുള്ളതിന്റെ അകത്ത് ഏതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇതിലാണ് നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത് അല്ലെ? കാരണം ഇതിൽ ചെയ്താൽ പറ്റില്ലെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി അപ്പൊ എന്ത് ചെയ്യും? ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത ഫോമിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ എന്താകും? x പ്ലസ് h ദ ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു x പ്ലസ് h പ്ലസ് 2 എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? കാരണം എന്താ? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലും കിടപ്പുണ്ട്, ഈ 3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും ഉണ്ട്. സോ നമുക്കത് ചെയ്യാമല്ലോ. x² പ്ലസ് 2xh പ്ലസ് h² മൈനസ് 3x മൈനസ് 3h പ്ലസ് 2 എന്ന് വരും അല്ലേ? ഇത്രയും കിട്ടുമല്ലോ. ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സിംപ്ലിഫൈ ചെയ്യാനുണ്ടോ? ഇനി ഒന്നുമില്ല അല്ലേ? x² ടേംസ് വേറെ ഇല്ല ഇങ്ങോട്ടേക്ക്. പിന്നെ 2xhന്റെ ടേംസ് വേറെ ഇല്ല, h² ഇല്ല, 3x ഇല്ല, 3h ഇല്ല, നമ്പേഴ്സും വേറെ ഇല്ല. സോ എന്ത് ചെയ്യുക? അത്ര എഴുതി നമ്മുടെ f(x പ്ലസ് h) കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? നമ്മുടെ ഇക്വേഷനിൽ വേണ്ടത് f(x പ്ലസ് h മൈനസ് f(x) ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക?
ഈ തന്നിരിക്കുന്ന ഈ കിട്ടിയതും ഇതും നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് h സ്ക്വയർ മൈനസ് 3x മൈനസ് 3h പ്ലസ് 2 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 2. അതെങ്ങനെയാണ് വന്നത്? പ്ലസ് 3x മൈനസ് 2 എന്നുള്ളത് ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് മൈനസ് 2 അതെന്താകും? അല്ല, പ്ലസ് 2 ആണ്. മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ആണ്. ഓക്കെ, മൈനസ് 3x പ്ലസ് 2 ആണ് വരുന്നത്. ഇനി ഇതിന്റെ അകത്ത് എന്തൊക്കെയാ ചേഞ്ചസ് വരുത്താൻ പറ്റി? എന്തെങ്കിലുമൊക്കെ മാറ്റാനൊക്കെ ഉണ്ടോ ഇതിനുള്ളിൽ? നമുക്ക് ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാനൊക്കെ ഉണ്ടല്ലേ. ഒരു എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്യാനുണ്ട്. പിന്നെ 2hxന്റെ ടേംസ് വേറെ ഇല്ല. പിന്നെ h സ്ക്വയറിന്റെ ടേംസ് വേറെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? 2xh എടുത്തെഴുതാം പ്ലസ് h സ്ക്വയർ എടുത്തെഴുതാം. പിന്നെ 3h മൈനസ് 3x മൈനസ് 3x ഉണ്ടല്ലേ. അപ്പൊ എന്താകും? അത് മൈനസ് 6x എന്നാണ് ആവുക അല്ലെ. മൈനസ് 6x. പിന്നെ ബാക്കി എന്തുണ്ട്? മൈനസ് 3h ഉണ്ട്. ഇവിടെ 2 വരുന്നുണ്ട്. അപ്പൊ എന്താകും? പ്ലസ് 4 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണല്ലോ. ഇനി ഈ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെ, ഇക്വേഷൻ നമ്മൾ എഴുതുക. ലിമിറ്റ് h ടെൻഡ്സ് ടു 0. നിങ്ങൾ ചെയ്തു വരുമ്പോൾ എപ്പോഴും ആ ഇക്വേഷൻസ് എല്ലാം എഴുതി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ആ ഇക്വേഷൻസിനൊക്കെ ചിലപ്പോൾ മാർക്ക് കിട്ടണം. നമ്മൾ വെറുതെ എന്തിനാ അതൊക്കെ കളയുന്നല്ലേ. സോ അതൊക്കെ എഴുതി നിങ്ങൾ ശീലിക്കണം കേട്ടോ. ഞാൻ എഴുതി പോകുമ്പോൾ ഇക്വേഷൻസ് എഴുതുന്നില്ല, പക്ഷെ നിങ്ങൾ അത് എന്ത് ചെയ്യുക? ഇക്വേഷൻസ് എഴുതി തന്നെ പോവുക. ഇവിടെ നമ്മൾ എന്താ ചെയ്തു വരുന്നത്? ഇക്വേഷനകത്ത് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകാം അല്ലെ. ലിമിറ്റ് h ടെൻഡ്സ് ടു 0. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 2xh പ്ലസ് h സ്ക്വയർ മൈനസ് 6x മൈനസ് 3h പ്ലസ് 4 വരും ഡിവൈഡഡ് ബൈ h. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? എച്ചിനെ പുറത്തേക്ക് എടുക്കണം അല്ലെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഡിനോമിനേറ്റർ 0 ആയി പോകും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0 ആയി പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ h ടെൻഡ്സ് ടു 0 എന്നുള്ളത് എടുക്കുക. അപ്പൊ h ടെൻഡ്സ് ടു 0 എന്നുള്ളത് എടുക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യുക? നമ്മള് ഇവിടുന്ന് എച്ചിനെ പുറത്തേക്ക് എടുത്തു, അത് 0 ആയി പോവാതിരിക്കാൻ വേണ്ടി. അപ്പൊ എന്ത് വരും? 2x പ്ലസ് h മൈനസ് 6x ബൈ h. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു h എടുക്കുമ്പോൾ ഈ h വെച്ചും ക്യാൻസൽ ആയി പോയാൽ ഇവിടെ മൈനസ് 6x തന്നെ കിട്ടും. അങ്ങനെ ക്യാൻസൽ ആയി പോയിട്ട് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. മൈനസ് 3 പ്ലസ് 4 ബൈ h. ആ 4 ബൈ h വന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ എടുക്കുന്ന h എന്ന് പറയുന്ന വാല്യൂ അല്ലെ. ഇവിടെ നമുക്ക് പുറത്തേക്ക് h എടുക്കണം, പക്ഷെ ഇവിടെ ഒരു h വാല്യൂ ഇല്ല. സോ ഒരു h നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആ മൈനസ് 6x തന്നെ ആയിരിക്കും കിട്ടുന്നത് അല്ലെ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നിന്ന് h വെച്ചും ക്യാൻസൽ ആയി പോകും. ഇനി നോക്കുക, hന്റെ ടേംസ് വരുന്നത് എല്ലാം എന്തായിട്ടായിരിക്കും പോകുന്നത്? 0 ആയിട്ട് പോകും അല്ലെ. h ടേൺസ് ടു 0. സോ hന്റെ ടേംസ് വരുന്ന എല്ലാം 0 ആയി പോകും. ബാക്കി എന്താണുള്ളത്? 2x മൈനസ് 3. അതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇവിടെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവിടെ നോക്കിക്കേ, കോൺസ്റ്റന്റ് ഔട്ട് ആയി പോയി. നേരത്തെ നമ്മൾ x ക്യൂബ് മൈനസ് 27 ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? അവിടുത്തെ മൈനസ് 27 എന്നുള്ള കോൺസ്റ്റന്റ് പോയി. ഇവിടെ എന്ത് ചെയ്തു? ഈ പ്ലസ് 2 എന്നുള്ള കോൺസ്റ്റന്റിനെ കാണാനില്ല. പകരം എന്തുണ്ട്? 2 ടേംസ് വേറെ ഉണ്ട്. ഏതൊക്കെ? ഈ മൈനസ് 3 എന്നുള്ളതുണ്ട്. അത് എക്സിന്റെ കൂടെ കടന്ന ടേം ഉണ്ട്. എക്സ് സ്ക്വയറിന് പകരം ഒരു 2x കിട്ടി അല്ലെ. പക്ഷെ എന്ത് ചെയ്തു? ആ കോൺസ്റ്റന്റ് വാല്യൂ പോയി. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ ഡെറിവേറ്റീവ് ചെയ്തു വരുമ്പോൾ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിട്ട് പോയി? 0 ആയിട്ടാണ് പോണത്. അതവിടെ നെഗ്ലിക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യാൻ പോണത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x² വരുന്നത്. 1/x². 1/x² വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മള് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എഴുതുക. എഫ് പ്ലസ് എച്ച് എന്താകും? 1/x+h ദ ഹോൾ സ്ക്വയർ എന്നാകും. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ എഴുതാം അല്ലെ. എഫ് ഡാഷ് ഓഫ് എക്സിന്റെ അകത്ത് വരുമ്പോൾ എന്ത് വരും? ലിമിറ്റ് h ടേൺസ് ടു 0. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാതെ നമുക്ക് ചെയ്തു പോകാം. കാരണം സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ വലിയ വാല്യൂസ് ഒക്കെ x² പ്ലസ് h² എന്ന് പറഞ്ഞാൽ കുറെ വാല്യൂസ് കിട്ടും. അതുകൊണ്ട് നമുക്കത് സിംപ്ലിഫൈ ചെയ്യാതെ തന്നെ ചെയ്തു പോകാം. ലിമിറ്റ് h ടേൺസ് ടു 0. ഇവിടെ എന്ത് വരും? 1/x+h ദ ഹോൾ സ്ക്വയർ മൈനസ് 1/x² എന്നായിരിക്കും വരുന്നത്. അതെന്തായിട്ടായിരിക്കും ഇനി ആൻസർ വരിക? ലിമിറ്റ് h ടേൺസ് ടു 0. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് വരും? x² മൈനസ് x+h ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ x² ഇൻറ്റു x+h ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഡിവൈഡഡ് ബൈ h ഉണ്ട് അല്ലെ.
അതിനെ നമുക്ക് ഇവിടെ എന്തായിട്ട് എഴുതാം? 1/h ആയിട്ട് എഴുതാം. ഇത് h/1 ആയിരുന്നു. അത് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ എന്താകും? 1/h ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കുക, നമുക്ക് ലിമിറ്റ് h ടേൺസ് ടു 0 ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന ഇതെന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലല്ലേ ഇത് കിടക്കുന്നത്, അല്ലേ? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കതിനെ മാറ്റി എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം, അല്ലെ? അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് എച്ച് എ പ്ലസ് ബി, അല്ലെ? ഇൻറ്റു എ മൈനസ് ബി എക്സ് മൈനസ് എക്സ് പ്ലസ് എച്ച് എഴുതാമല്ലോ. ഇനി ഇത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്തു വരുമ്പോഴത്തേക്ക് ഇവിടെ ബാക്കി എന്തുണ്ട്? ഒരു ഇൻറ്റു 1/h ഉണ്ട്. ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ അവിടെ നിൽക്കട്ടെ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കി ചെയ്തു പോകാനുണ്ടല്ലേ? ലിമിറ്റ് h ടേൺസ് ടു 0 എന്തുണ്ട്? 2x പ്ലസ് എച്ച് എന്ന് വരും, അല്ലെ? 2x പ്ലസ് എച്ച് ഇൻറ്റു ഇവിടെ എന്ത് വരും? എക്സും മൈനസ് എക്സും ക്യാൻസൽ ആകും. ബാക്കി എന്തുണ്ട്? മൈനസ് എച്ച്. കാരണം അകത്തേക്ക് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് പോകും? മൈനസ് ആയിട്ടാണ് വരിക. ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1/h എന്ന് വരും, അല്ലെ? ഇനി ഇതിൽ നിന്ന് നമ്മൾ എച്ചിനെ നമുക്ക് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ ഓൾറെഡി ഒരു എച്ച് ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് എച്ച് ഉണ്ട്, അല്ലെ? ആ മൈനസ് എച്ച് എന്നുള്ളത് പുറത്തെടുക്കാം. അപ്പൊ അതിൽ എച്ച് പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്ത് വരും? -1 ഇൻറ്റു 2x പ്ലസ് എച്ച്. കാരണം ഇവിടെ കോമൺ ആയിട്ട് എച്ച് ഉണ്ട്, ഇനി വേറെ എടുക്കേണ്ട ആവശ്യമില്ല. സോ എന്ത് വരും? 2x പ്ലസ് എച്ച് അതുപോലെ എടുത്ത് എഴുതാം. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു ബൈ എച്ച് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ലിമിറ്റ് എന്നുള്ളത് എഴുതാൻ മറക്കരുത്. ലിമിറ്റ് h ടേൺസ് ടു 0 അത് എഴുതാൻ മറക്കരുത്. ഇനി എച്ച് വെച്ചും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? -1 ഇൻറ്റു 2x പ്ലസ് എച്ച് ഉണ്ടല്ലേ? അതിൻ്റെ അകത്തേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ എന്ത് വരും? മുകളിൽ ഒരു -2x കിട്ടും, അല്ലെ? എച്ചിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായി? ബാക്കി ഇവിടെ 2x പ്ലസ് 0 ആകും. അപ്പൊ അതെന്താകും? 2x തന്നെ. -1 ഇൻറ്റു 2x എന്താണ് ആൻസർ വരിക? -2x കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് ഇനി എച്ചിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താകും? ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഓൾറെഡി ഉണ്ട്, അല്ലെ? എക്സ് സ്ക്വയർ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇനി എന്താ ഉള്ളത്? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ആണ്. അതിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായിട്ട് പോകുന്നുണ്ട്? ഇവിടെ നമുക്ക് വീണ്ടും എക്സിന്റെ സ്ക്വയർ ആണ് കിട്ടുക, അല്ലെ? എക്സിന്റെ സ്ക്വയർ നമുക്ക് വാല്യൂ കിട്ടും. കാരണം എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് നമുക്ക് ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ വരും. അപ്പൊ നമുക്ക് വാല്യൂ എങ്ങനെ വരും? -2x ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 എന്ന് വരും. ഇനി ഇതിൽ രണ്ട് എക്സ് ഉള്ളത് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ എന്താകും? എക്സ് ക്യൂബ് ആകും. അപ്പൊ ആൻസർ നമുക്ക് എന്ത് വരും? -2/x³. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. -2/x³ അല്ലെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും, അല്ലെ? -2x റേസ് ടു -3. ഈ x3 എന്നുള്ളതിനെ നമുക്ക് മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ അത് എന്താകും? -2x റേസ് ടു -3 എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൻസർ കറക്റ്റ് ആണ് നിങ്ങൾക്ക്, അല്ലെ? ഓക്കെ അല്ലേ? ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു വന്നു. ഇവിടെ വന്നപ്പോ എന്തായി? a² - b² എന്നുള്ള ഫോമിലായി. അത് നമ്മൾ എഴുതി വന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോഴത്തേക്ക് അവിടുന്ന് ക്യാൻസൽ ആവാനുള്ളതൊക്കെ ക്യാൻസൽ ആയി പോയി. എക്സും -എക്സും പോയി. ബാക്കി ഇവിടെ ഒരു -h ആണുള്ളത്, അല്ലെ? ഇത് മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ -h വരും. സോ -h ബാക്കി വരും. ഇവിടെ പിന്നെ എന്തുണ്ട്? 2x പ്ലസ് എച്ച് ഉണ്ട്. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് h എടുക്കുമ്പോഴത്തേക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് h ആയിരുന്നു, അല്ലെ? രണ്ടിനും കൂടെ ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് h പുറത്തെടുത്തപ്പോൾ -1 ഇൻറ്റു 2x പ്ലസ് എച്ച് വരും. അതിൽ നിന്ന് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അതിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ എന്തുണ്ട്? ഇവിടെ എച്ചിനെല്ലാം വാല്യൂസ് വന്നു കഴിയുമ്പോൾ ബാക്കി കിട്ടുന്ന ആൻസർ അതിലെന്തായി? എക്സ് റേസ് ടു 4ന്റെ ഒരു എക്സും മുകളിലത്തെ -2xന്റെ ഒരു എക്സും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൻസർ എന്താണ് വരുന്നത്? -2/x³ എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി സൈനും കോസും ചെയ്തു. ഇനി നമുക്ക് f(x)ന് tan x എന്നുള്ളതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? f(x)ന് tan x ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടുമെന്ന് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. f(x) എന്ന് പറയുന്നത് tan x ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? f(x + h) എന്നുള്ളത് എന്താകും? tan x + h ആകും, അല്ലെ? പക്ഷെ നമുക്ക് ഈ ടാനിന്റെ കേസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഇക്വേഷൻസ് കാര്യങ്ങളൊന്നും വേറെ അറിയില്ല.
അപ്പൊ നമുക്ക് ഈ ടാനെ നമ്മൾ എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളിടത്ത് ഈ ടാനെ നമുക്ക് സൈൻ ബൈ കോസ് എന്ന് എഴുതാം അല്ലെ? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാലോ. അപ്പൊ ഇവിടെ എന്ത് വരും? സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതാലോ. സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതാൻ പറ്റും. മൈനസ് ഇവിടെ എന്ത് വരും? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാമല്ലോ. എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇതിനെ നമുക്ക് പിന്നെ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലെ? ഇങ്ങനെ എഴുതി വെക്കാം. ഇത് നോക്കി തന്നേക്കുന്നത്, ഇതിനെ നമുക്ക് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് എടുക്കത്തില്ലേ? എന്ന് വെച്ചാൽ ഇവിടെ രണ്ടും വന്നേക്കുന്നത് എക്സ് പ്ലസ് എച്ച് ആണ് അല്ലെ? സെയിം. അപ്പൊ എ എന്ന് എടുക്കാലോ. ഇനി ഇവിടെ തന്നേക്കുന്നത് എന്താണ്? എക്സ് ആണ്. ഈ എക്സിനെ നമുക്ക് ബി ആയിട്ട് എടുത്താൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് എടുക്കാലോ. അതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? നമുക്ക് സൈൻ എ മൈനസ് ബി എന്ന് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ? ഇത് സൈൻ എ മൈനസ് ബി എന്ന കേസിൽ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. സൈൻ എ മൈനസ് ബി എന്നാക്കാലോ. അപ്പൊ എങ്ങനെ വരും ആൻസർ? സൈൻ എ മൈനസ് ബി ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഇതായിരിക്കും വരിക അല്ലെ? ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്നായിരിക്കും വരുന്നത്. ഇനി ഈ തന്നിരിക്കുന്നതിനകത്തുനിന്ന് എന്ത് ചെയ്യും? എക്സും ക്യാൻസൽ ആയി പോകും അല്ലെ? ബാക്കി എന്തുണ്ട്? സൈൻ എച്ചേ ഉള്ളൂ അല്ലെ? സൈൻ എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. ഇത്രയും വരെ ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 വരും. ലിമിറ്റ് എച്ച് ടേൺസ് ടു 0യിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ കിട്ടിയ വാല്യൂ അല്ലെ, ഇതല്ലേ നമ്മൾ എഴുതേണ്ടത്? സൈൻ എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു, അല്ലെങ്കിൽ ബൈ 1h ഉണ്ട്, അതിനെ നമുക്ക് എന്ത് എഴുതാം? 1/h എന്ന് എഴുതാം അല്ലെ? ഒരു ബൈ എച്ച് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നേരം. അതിന് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ എന്നുള്ളതിനെ 1/h എന്നുള്ളതാക്കി അല്ലെ? h/1 എന്നുള്ളത്. ഇനി ഇവിടെ തന്നിരിക്കുന്നതിൽ നോക്കിയേ, ലിമിറ്റ് എച്ച് ടേൺസ് ടു 0. ഇവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സൈൻ എച്ചിന് 0 ഇട്ട് കൊടുത്താൽ എന്തായി പോകും? 0 ആയി പോകും. പക്ഷെ നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലേ, ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് അല്ലെ? എക്സ് ടേൺസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയിട്ടുള്ളത് കോമൺ ആയിട്ട്. പക്ഷെ എന്തായിരിക്കും? സൈൻ എച്ച് ബൈ എച്ച്, എച്ച് ടേൺസ് ടു 0 ആണെങ്കിൽ എന്ത് വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇതിന്റെ വാല്യൂ പഠിച്ചിട്ടുള്ളത് 1 എന്നാണ് അല്ലെ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? അത്രയും പോർഷൻ 1 ആയിട്ട് പോകും. 1 ഇൻറ്റു ലിമിറ്റ് എച്ച് ടേൺസ് ടു 0, ബാക്കി എന്ത് വരും? 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടും. ആ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നമ്മൾ 1 ഇൻറ്റു, അപ്പൊ അത് ആ വാല്യൂ തന്നെ കിട്ടും. ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്താകും? അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കോസ് എക്സ് പ്ലസ് എച്ച്, കോസ് എക്സ് അതുപോലെ നിൽക്കും. പ്ലസ് എച്ചിന് 0 ഇട്ട് കൊടുത്താൽ എന്തായിട്ട് പോകുന്നു? അത് എച്ചിന് 0 ഇട്ടാൽ 0. അപ്പൊ എന്ത് വരും? കോസ് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് എന്താകും? കോസ് എക്സ് എന്നാകും. 1 ബൈ കോസ് എക്സ്. ഈ കോസ് എക്സ് എന്ത് ചെയ്യും? അതുപോലെ തന്നെ നിൽക്കും അല്ലെ? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ആൻസർ എന്ത് വരും? 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ആ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ കോസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് സീക്ക് ആണ് അല്ലെ? അപ്പൊ എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ്. അതായിരിക്കും നമ്മൾ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലെ? എന്താണ് ഈ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഇവിടെ സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് നമുക്ക് ചെയ്തു വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്ത ആൻസർ കണ്ടുപിടിച്ച് വന്നപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്തു? സൈൻ എ മൈനസ് ബി. നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ പഠിച്ചിട്ടുള്ളതാണ് സൈൻ എ മൈനസ് ബി എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തു അല്ലെ? സൈൻ എ മൈനസ് ബി എന്നുള്ളതിന് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ളതിന് സൈൻ എ മൈനസ് ബി എന്ന് ഷോർട്ട് ആക്കി കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിച്ച് വന്നപ്പോൾ എന്ത് ചെയ്തു? ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് എന്ന് എടുക്കാൻ പറ്റി. സോ അത്രയും വാല്യൂസ് 1 ആയി പോയി. ബാക്കിയുള്ള വാല്യൂവിനകത്തേക്ക് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ 0 ആയി പോകാത്ത കേസിലാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ആൻസർ കണ്ടെത്തി. ആൻസർ എന്ത് കിട്ടി? 6 സ്ക്വയർ എക്സ്. നമ്മൾ പഠിച്ചതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ എഴുതാൻ പറ്റും?
ഡെറിവേറ്റീവ് ഓഫ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തിൻ്റെയൊക്കെ എഫ് ഡാഷ് ഓഫ് എന്തൊക്കെ കണ്ടുപിടിച്ചതാ എഫ് ഡാഷ് ഓഫ് സൈൻ എക്സ് കണ്ടുപിടിച്ചു. അതെന്ത് കിട്ടി കോസ് എക്സ് കിട്ടി അല്ലേ. എഫ് ഡാഷ് ഓഫ് കോസ് എക്സ് കണ്ടുപിടിച്ചു. അതിന്റെ ആൻസർ എന്ത് കിട്ടി മൈനസ് സൈൻ എക്സ് കിട്ടി. ഇപ്പൊ എന്താ കണ്ടുപിടിച്ചേ എഫ് ഡാഷ് ഓഫ് ടാൻ എക്സ് കണ്ടുപിടിച്ചു. ടാൻ എക്സ് എന്ത് കിട്ടി സിക്സ് സ്ക്വയർ എക്സ് കിട്ടി. പിന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു അല്ലേ 2x കിട്ടി. എഫ് ഡാഷ് ഓഫ് ഇ റൈസ് ടു എക്സ് കണ്ടുപിടിച്ചു. അത് എന്ത് തന്നെ കിട്ടി ഇ റൈസ് ടു എക്സ് തന്നെ കിട്ടി. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മൾ ഇനിയും പഠിക്കാൻ ഡെറിവേറ്റീവ്സ് പഠിച്ചു വരുമ്പം അതിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്നതൊക്കെ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് കണ്ടുപിടിച്ച് വരുന്നത് ഇതൊക്കെ തന്നെ അവിടെ വീണ്ടും പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്ത് ഈ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡൊക്കെ ഒന്ന് പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തൊക്കെ വെക്കുക. എന്നിട്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി ആക്കി ഈ ഇക്വേഷൻസ് ഇത്രയും കാര്യങ്ങൾ എന്താണെങ്കിലും പഠിക്കണം. കാരണം നമുക്ക് ഡെറിവേറ്റീവ്സിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഈ സെയിം ടേംസ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് ചെയ്യാൻ പോണത്. സോ നമ്മൾ ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഇരിക്കുക. ഓക്കെ ബൈ. താങ്ക് യു.